ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ഞായറാഴ്ചയാണ്. കാരണം ഇന്നിപ്പോൾ മഴ കാരണം സ്കൂളുകൾക്കല്ല ബാക്കി എല്ലാ പഠന സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പോകണ്ട, വിനുക്കുട്ടൻ്റെ പാട്ട് ക്ലാസ്സിന് പോകണ്ട ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് വൈകിട്ടൊക്കെ ആയിട്ടോ എണീറ്റ്. സാറിന് 4 മണി 4:30 ആ ഒരു ടൈമിൽ എണീക്കുന്ന 4:30 5 മണിക്ക്. എന്നിട്ട് ഞാൻ വിചാരിച്ചു നല്ല മഴയായിരുന്നു, രാവിലെ എണീക്കുമ്പോൾ മഴയായിരുന്നു, അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലല്ലോ. അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു, രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 10 മണിയായിട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അമ്മേനെ വിളിച്ചു, പേപ്പർ വായിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വളരെ സാവധാനത്തിൽ, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വളരെ സാവധാനത്തിലാണ് ഇന്നത്തെ പണി നടന്നത്. അപ്പോൾ ഇന്നൊരു ചോറ് വെക്കണം. ചോറും പിന്നെ ചെറുപയറും കറമൂസും കൊണ്ട് കൂട്ടാനും പിന്നെ ക്യാരറ്റ് കൊണ്ട് ബീട്രൂട്ട് കൊണ്ട് ഒരു ഉപ്പേരിയാണ്. കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരവി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത്. മോനേട്ടൻ കഷ്ണമൊക്കെ നുറുക്കി തന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ ഉപ്മാവായിരുന്നു, ഉപ്മാവ് കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഇത് ചുക്കുവെള്ളമാണ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ വേഗം ചുക്കുവെള്ളം വെച്ചു. അപ്പോൾ ഇന്നലെ മോൻ്റെ യൂണിഫോം ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ടത്. അപ്പോൾ ഇന്നലെ തീരെ പുറത്തിറങ്ങാൻ പറ്റിയില്ല മഴയുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ മിഷനിൽ അലക്കിയെങ്കിലും അത് തിരുമ്മാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു, രാവിലെ എഴുന്നേറ്റ് മഴയൊന്നുമില്ലല്ലോ, അപ്പോൾ വേഗം പോയി അതൊക്കെ അലക്കിയിട്ടു. അങ്ങനെ കുറേ ജോലികളൊക്കെ ചെയ്തു. എന്നിട്ട് ഇനി തിരക്കില്ലല്ലോ, അപ്പോൾ ആർക്കും എവിടെയും പോകണ്ട. ഇന്നിപ്പോൾ മഴ പെയ്യുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ പണിയിലേക്ക് നോക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യട്ടെ, അരിയൊക്കെ കഴുകിയിട്ടൊക്കെ വെള്ളം കുറേ നേരം ചുക്കുള്ള അടുപ്പത്ത് അപ്പുറത്ത് വെച്ചിട്ട് ഇത് ഏകദേശം തിളച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ ഈ ഒരു അടുപ്പിലേക്കായിരുന്നു ഇത് വെച്ചിരുന്നത്, കലം. അപ്പോൾ കലത്തിൽ എന്താണ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചത്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് അരി കഴുകിയിടട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം, ഭക്ഷണപ്പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ വെള്ളം നല്ലോണം തിളച്ചു കിട്ടും. അപ്പോൾ ഞാൻ അരി എന്ത് ചെയ്യട്ടെ, അരി കഴുകിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇടട്ടെ കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു വോയിസ് അപ്പം തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ ഞാൻ പിന്നെയാണ് വോയിസ് കൊടുക്കാറ് കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ കൂട്ടത്തിൽ തന്നെ വോയിസ് കൊടുക്കാം. അപ്പം മറ്റേത് വോയിസ് കൊടുക്കുമ്പോൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് ആ സമയത്ത് തന്നെ വോയിസ് കൊടുക്കാമല്ലോ. കുറച്ചധികം ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എനിക്ക് തോന്നുന്നു, ഇന്നലെ ചോറ് വെച്ചപ്പോൾ കുറച്ച് തികയായിക വന്നോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഇട്ടുണ്ട്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, തണുപ്പൊക്കെ അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ എടുക്കാം. സാധാരണ അങ്ങനെ എടുക്കാറില്ല. കുറച്ച് ചോറായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നാളേക്ക് ദോശയ്ക്ക് അരയ്ക്കണം. അപ്പോൾ ദോശയ്ക്കൊക്കെ അരയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് ചേർക്കണം. അപ്പോൾ അതൊരു സോഫ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇന്നെല്ലാം കൊണ്ടും കുറച്ച് ചോറ്, കുറച്ച് അരി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കിടന്നിട്ട് അങ്ങനെ തിളയ്ക്കട്ടെ. അപ്പൊ നമ്മള് അരി അവിടുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ചെറുപയറും കർമൂസയാണ് കൂട്ടാൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ചെറുപയറും കർമൂസ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കഴുകി ചെറുപയർ കുറേയേറെ പൊതിർത്തൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അരി തിളച്ചു കഴിഞ്ഞാൽ, നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ ആ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാം, ഈ കുക്കർ വെക്കാം. അപ്പൊ ഇത് വേവിച്ചെടുക്കാം. ഇത് ഫുൾ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം ഇന്ന് തിരക്കൊന്നുമില്ലല്ലോ. അപ്പൊ അടുപ്പിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കറികളൊക്കെ വെക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒക്കെ അടുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കൂടുതലും കുറെ ദിവസമായി മഴയായ ശേഷം ഞാൻ അടുപ്പ് അങ്ങനെ ഉപയോഗിക്കില്ല, ചുക്കളം മാത്രമേ വെക്കലുള്ളൂ. അപ്പൊ ഇന്നിപ്പോ ഞാൻ വിചാരിച്ചൊക്കെ അടുപ്പിൽ തന്നെ വെക്കാം. കാരണം 1 മണിയാകുമ്പോഴേക്ക് ചോറായാൽ പോരെ, ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് ഇനി ഒന്ന് തുടയ്ക്കണം, അത്രേ പണിയുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞതാ. അപ്പൊ ഇനിയിപ്പോ ഞാൻ അടുത്ത കാര്യം ചെയ്യട്ടെ. ഇതില് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇടട്ടെ. പരിപാടി വിൻകൂട്ട എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താടാ പരിപാടി പറ. ഒന്നുമില്ലേ, അവന് കുറച്ച് എഴുതാനുണ്ട് മുൻഷി പ്രേംചന്ദിനെ പറ്റിയിട്ടേ. കണ്ടില്ലേ, ഇതിനെ പറ്റിയിട്ട് എന്താ എഴുതേണ്ടത് മോനെ, ഇതിനെന്താ എഴുതാൻ പറഞ്ഞത്, ഒരു എന്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ തയ്യാറാക്കാൻ പറഞ്ഞ പറ, എനിക്ക് വായിൽ ഒരു പതിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഴുതുന്ന ആള് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആ പതിപ്പ് അവൻ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കുറെ കണക്കൊക്കെ വരയാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വരഞ്ഞു. ഞാൻ കാണിച്ചു ഇത്രയും നേരം ഇതൊക്കെ ഇങ്ങനെ വരിയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്ന് വരഞ്ഞൊക്കെ ഇരുന്നു. മേശപ്പുറത്തിന്റെ അവസ്ഥ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടെ മേശപ്പുറത്തിന്റെ അവസ്ഥ. കാരണം അവൻ യെല്ലോ ടീഷർട്ട് ഇട്ടോണ്ട് അച്ഛനും യെല്ലോ ടീഷർട്ട് ഇടണം എന്ന് പറഞ്ഞിട്ട് യെല്ലോ ടീഷർട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് കോശം. അപ്പൊ ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ് ഇടട്ടെ.
ഇതൊക്കെ കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് അരി തിളച്ചു തുടങ്ങിയില്ല. അപ്പൊ അരിനെ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് അവിടെ വെക്കാം. ഞാൻ ഈ അരി ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ കേട്ടോ. നല്ലോണം വെട്ടി തിളച്ചിണ്ടേ. അപ്പൊ അത് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. അത് അവിടെ കിടന്നിട്ട് അങ്ങനെ തിളച്ചോളൂ. അപ്പൊക്ക് ഞാൻ എന്ത് ചെയ്യട്ടെ, അതവിടെ കിടന്ന് വേവട്ടെ. ഇത് വിസിൽ വരുമ്പോഴേക്ക് നമുക്ക് ഉപ്പേരി അടുപ്പത്തേക്ക് വെക്കാം. അപ്പൊ ഞാൻ കൂട്ടാൻ അരച്ചെടുക്കട്ടെ കേട്ടോ. കൂട്ടാന് കുറച്ച് ഉള്ളിയും തേങ്ങയും മാത്രമാണ് കേട്ടോ അരയ്ക്കുന്നത്. സാമ്പാർ അല്ല, മുളക് പൊടി അതിൽ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മളെ കുക്കറിൽ എന്തൊക്കെയാ പറയുന്നത് അല്ലെ, നമ്മുടെ ചെറുപയറും കർമൂസൊക്കെ വെന്തുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും കുറച്ചു നേരമായി, 2-3-4-5 വിസിലായി പോകുന്നു. ഞാൻ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ, ഉപ്പേരിക്ക് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. ഉപ്പേരിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. അരി ഇതാ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അരിപ്പുറത്ത് അടുപ്പത്ത് നിന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. കുറച്ചധികമായിപ്പോയി ചോറ് വെച്ചത്. ഞാൻ ഇന്നലത്തേനെക്കാട്ടും കുറച്ചുകൂടെ അധികം വെക്കണം എന്നേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്തായെന്നറിയോ, കുറച്ചധികമായിപ്പോയി, കൈവിട്ടുപോയി. കുഴപ്പമില്ല. ഈ കൂപ്പേരിക്ക് ഒരു വറവിട്ടിട്ട് കഷ്ണമൊക്കെ അതിലേക്ക് ഇടട്ടെ കേട്ടോ. അപ്പൊ ചീനച്ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിട്ടോ. ഇനിയിപ്പോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. എനിക്ക് നല്ല വ്യായാമം കേട്ടോ. കാരണം സാധനങ്ങളൊക്കെ അപ്പുറത്തല്ലേ ഉള്ളേ, അപ്പുറത്ത് അടുക്കളയിലല്ലേ ഉള്ളത്. ഇവിടെ വർക്ക് ഏരിയയിൽ ഇങ്ങനെ വെക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ വെളിച്ചെണ്ണ ആയാലും മഞ്ഞളായാലും മുളക് പൊടി ആയാലും എല്ലാം എടുക്കാൻ എന്താണ് അപ്പുറം പോണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ എനിക്ക് നല്ലൊരു വ്യായാമമാണ് കേട്ടോ. എന്ത് കാര്യമുണ്ട്, ഇത്തിരി ദൂരാണെങ്കിലും ഓരോ സാധനം എടുക്കാൻ നമ്മൾ അപ്പുറം പോണ്ടേ. അപ്പൊ അതുകൊണ്ട് വ്യായാമവും കിട്ടും, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിക്കാം. മറ്റേ ഗ്യാസിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ അങ്ങനെ നിന്ന് ചെയ്താൽ മതി. പണ്ട് ഞങ്ങൾ ഇവിടെ ആവുന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചത്. നമ്മൾ താമസിച്ച സമയത്ത് ബാക്കി സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനത്തെ കടുക്, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇവിടെ ഒരു സ്റ്റാൻഡ് നിറച്ചിട്ട് അവിടെയായിരുന്നു കേട്ടോ വെച്ചോണ്ടിരുന്നത്. അന്ന് ഫുൾ ഒറ്റ കുറ്റി ഗ്യാസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫുൾ അടുപ്പ് തന്നെയായിരുന്നു യൂസ് ചെയ്യുക. പിന്നെയാണ് 2 കുറ്റി ഗ്യാസ് ഒക്കെ ആയി വന്ന്. അതിനുശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഞാൻ കൂടുതലായിട്ട് ഗ്യാസ് ഉപയോഗിച്ചു തുടങ്ങി, അടുപ്പിന്റെ ഉപയോഗം കുറച്ചത്. അപ്പൊ പിന്നെ അന്ന് എളുപ്പത്തിനെല്ലാം ഇവിടെ തന്നെ വെക്കാം. അതിൽ മോള് വല്ല ചായയോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഗ്യാസിൽ വെക്കലുണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം ഈ അടുപ്പിലാ വെക്ക. കടുകൊക്കെ പൊട്ടിട്ടോ, കടുക് പൊട്ടി. അപ്പൊ ഞാൻ ഉപ്പേരി അങ്ങോട്ട് വെക്കട്ടെ. എത്ര മാറ്റങ്ങളാണ് ഓരോ വർഷങ്ങളും നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടി ഇടട്ടെ കേട്ടോ. ഇതില് ബീട്രൂട്ടും പച്ചമുളകും ഉള്ളി, സവാളയും ഇതാണ് കേട്ടോ ഇതിലിട്ടത്. ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല ബീട്രൂട്ടിന്റെ ഉപ്പേരി. ഇവിടെ മോനൊന്നും ഇഷ്ടമല്ല, അതിന്റെ കളർ ഇഷ്ടമല്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്റെ ഇഷ്ടത്തിനായിക്കോട്ടെ അല്ലെ, എന്നും അവരുടെ ഇഷ്ടത്തിനല്ലേ, പിന്നെ ഒരു ദിവസം എന്റെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ നിത്യ ഈ അടുപ്പ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം കൈ ഇതിലേക്ക് വഴങ്ങും. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഇടക്കാലത്ത് നമ്മൾ ഗ്യാസിലേക്ക് മാറിയപ്പോഴാണ് ഈ അടുപ്പിന്റെ ഇത് നിന്നുപോയേ. അല്ലെങ്കിൽ എത്ര പെട്ടെന്നാവും അറിയോ, രാവിലെ എഴുന്നേറ്റ് മോനേട്ടന് ജോലിക്ക് പോകുമ്പോ അന്ന് ചോറ് കൊണ്ടുപോകുമ്പോ ഒക്കെ രാവിലെ ആവും. ഇതിൽ തന്നെയായിരുന്നു ആവുക. പിന്നെ അതിലേക്ക് മാറിയപ്പോ നമ്മൾ സൗകര്യം കൂടുന്നതിന് നമ്മൾ എല്ലാം മാറി വരില്ലേ, അങ്ങനെയായിരുന്നു. എന്തായാലും ഉപ്പേരി അവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും അതിലത്തെ ഇതൊക്കെ പോവും, ആവിയെല്ലാം പോട്ടെ. എന്നിട്ട് നമുക്ക് ഇതാക്കി വെക്കാം. അരയ്ക്കാനുള്ളതൊക്കെ അരച്ചു വെച്ചല്ലോ. ഞാൻ ഇനി പോയിട്ടൊന്ന് തുടക്കട്ടെ കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, തുടച്ചിട്ട് വരട്ടെ. ഇതാവുന്ന സമയം കൊണ്ട് ഞാൻ പോയി തുടച്ചിട്ട് വരാം. അത് വീഡിയോ എടുക്കുന്നില്ല. മീനിക്കുട്ടനും മോഹനേട്ടനും കൂടെ പുറത്ത് പോയിട്ടുണ്ട്. അവര് ഇത് വാങ്ങാൻ പോയി, ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. ഇന്നലെ മഴയായിട്ട് പുറത്തിറങ്ങിയില്ല. മീനിക്കുട്ടന് ബോറടിക്കുന്നത്ര. അപ്പൊ ഇന്നിപ്പോ മഴയെ പെയ്യുന്നില്ല, ഇന്ന് കുറച്ചൊരു തെളിഞ്ഞ കാലാവസ്ഥ. അപ്പൊ അവരിങ്ങനെ പാല് വാങ്ങണം, തൈര് വാങ്ങണം. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങനെ പോയിട്ടുണ്ട്. ഇത് ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ. സാമ്പാറല്ല, പുളിങ്കറി. കഴിഞ്ഞ ശനിയാഴ്ച ദിവസമായിരുന്നല്ലോ. അപ്പൊ ശനിയാഴ്ച ദിവസം ഞാൻ പുളിങ്കറിയാണ് വെച്ചത്. അപ്പൊ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശനിയാഴ്ച ദിവസത്തെ കൂട്ടാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് തിളപ്പിച്ചെടുത്താണ് കേട്ടോ.
ഈ ഞങ്ങൾക്ക് എന്താ സംഗതി വെച്ചാൽ ഒരിക്കലും ഈ പഴയ തലേന്നത്തെ ഭക്ഷണം തീരെ ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾ വല്ല മോരോ പാല് പച്ചക്കറി അങ്ങനത്തെ ഒക്കെയാണ് അധികം ഫ്രിഡ്ജിൽ വെക്കുക. അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചോറ് കൂട്ടാൻ അതൊന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല. ആർക്കും ഇഷ്ടമല്ല. എന്താ അറിയില്ല, എനിക്കും ഇഷ്ടമല്ല. എനിക്കൊരു ഇതുപോലെയാ. പക്ഷെ എപ്പോഴും അപൂർവമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കൂട്ടും. അത് എപ്പോഴെങ്കിലേ ഉണ്ടാവാറുള്ളൂ. അധികം വേസ്റ്റ് ആക്കാനൊന്നും ഉണ്ടാവില്ല. ചോറൊക്കെ ഇന്നലെ കണ്ടില്ലേ കറക്റ്റ് ആയിട്ടാ വന്നേ. അങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഞാൻ ആകെ 3 ആളല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴാണ് എനിക്ക് അധികം ഭക്ഷണമായി പോവാ. കാരണം അധികം ഭക്ഷണം വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. നമ്മൾക്ക് കൃത്യം നമ്മളെ വയററിയാം. ആരെങ്കിലും വരുമ്പോ അവർക്ക് കുറയാൻ പാടില്ലല്ലോ വെച്ചിട്ട് കുറച്ചധികം വെക്കും. അങ്ങനെയാണ് അധികമായിട്ട് വരുള്ളൂ. അല്ലാതെ ഭക്ഷണം ഒന്നും വേസ്റ്റ് ആവില്ല. പഴയത്തെ തലേന്നത്തെ ഭക്ഷണം ആർക്കും അത്ര ഇഷ്ടമല്ല, വെക്കാറുമില്ല. അതാണ്. അപ്പൊ ഇത് കുറച്ച് കൂട്ടാൻ ബാക്കിയുണ്ട്. കുഴപ്പമില്ല. അന്ന് പുളിയില്ലാത്ത കൂട്ടാനല്ലേ വെക്കുന്നത്. അപ്പൊ കുറച്ച് ഇതും കൂട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഇതും ഇവിടെ ആയി. ഇനി എന്റെ ഉപ്പേരി ഉണ്ട് അവിടെ റെഡി ആവുന്നു. പോയി നോക്കട്ടെ കേട്ടോ. ഉപ്പേരിയിലെ വെള്ളമൊക്കെ വലിഞ്ഞു കേട്ടോ. ഇത് കുറച്ച് തേങ്ങ ഇടാം. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ ഉപ്പേരിച്ച നിങ്ങളെയൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാറ് എന്നൊക്കെ കമന്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാ ഉണ്ടാക്കാറ്. വ്യത്യാസം ഉണ്ടാവും. ഓരോ നാട്ടിലും ഓരോ തരം ഭക്ഷണങ്ങളും രീതികളും ഒക്കെ ആയിരിക്കുമല്ലോ അല്ലെ. ഞങ്ങള് ഇങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുക. വേണമെങ്കിൽ ചതച്ചിടും. ഇതില് പിന്നെ ചതച്ചൊന്നും ഇടുന്നില്ല. അപ്പോഴേക്കും നമ്മളെ കൂട്ടാൻ ഞാൻ എന്ത് ചെയ്തു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തു കേട്ടോ. എന്താ പറയാ, നമ്മുടെ കർമൂസും ചെറുപയറൊക്കെ നല്ലോണം വെന്തുണ്ടേ കുക്കറിൽ ഇതാക്കിയിട്ട്. നല്ല ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമായി. ചെറുപയർ കർമൂസ, ചെറുപയർ പരിപ്പ് ഒക്കെ ചെറുപയർ പരിപ്പ് നല്ല പരിപ്പ് കർമൂസ പറയുമ്പോ ഒക്കെ തെറ്റിപ്പോകുന്നു, നാവ് പഴച്ചു പോകുന്നു. ഒന്ന് ചൂടായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് തേങ്ങ കലക്കാം. അരച്ചു വെച്ചത് കലക്കട്ടെ കേട്ടോ. ഇതിൽ ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയാണ് കേട്ടോ അരച്ചത്. ആദ്യം വിചാരിച്ചു പച്ചമുളക് അരക്കാന്ന്, പിന്നെ ഞാൻ മുളക് പൊടി ഇട്ടല്ലോ, ഇനിയിപ്പൊ എല്ലാം കൂടെ എരിവാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ കരുവേപ്പില ഇട്ടതാണ് കേട്ടോ. ചെറുതായിട്ടൊരു വറവും കൂടി ആയാൽ നമ്മളെ കൂട്ടാനും ഇവിടെ റെഡിയായി. പേരിയായി, കൂട്ടാനായി, ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കും. ഞാൻ അപ്പോഴേക്കൊന്ന് വറവ്. അപ്പൊ ഞാൻ കൂട്ടാന് വറവിട്ടു കേട്ടോ. കൂട്ടാന് കടുകും മുളകും കൂടെ വറവിട്ടു. അത് വറവിടേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ വറവിടേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ വെളിച്ചെണ്ണ ആക്കിയാലും മതി. ഞാൻ പിന്നെ ഒരു ടേസ്റ്റിന് ഒന്നുകൂടെ വറവിട്ടോന്നേ ഉള്ളൂ. അപ്പൊ കൂട്ടാനായി, ഉപ്പേരിയായി. പിന്നെ അത് അരി ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ വേവും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മളെ ചുക്കുവെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ടേ. ഞാൻ അരി വാർത്തു കേട്ടോ. അരി വാർത്തു, അത് എടുക്കാൻ പറ്റിയില്ല. കൈയൊക്കെ തൂവിപ്പോയി, കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ തൂവിപ്പോയി. എന്താ അറിയില്ല, സാധാരണ അരി വാർക്കുന്ന അന്ന് കുറച്ച് ചോറ് അധികമായിട്ടാന്ന് തോന്നുന്നു, കൈ വിട്ടുപോയി. പക്ഷെ ഇവിടെയൊക്കെ തൂവിന്നേ ഉള്ളൂ. അപ്പൊ അരി വാർത്ത് വെച്ചു. ചുക്കുവെള്ളം വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചുക്കുവെള്ളം ഏകദേശം മുക്കാലും തിളച്ചതാ, ഇനി കുറച്ചുകൂടിയേ തിളയ്ക്കാനുള്ളൂ. അപ്പൊ ഈ ചുക്കുവെള്ളം കൂടെ ആയി. ഇനിയിപ്പോ ഈ എന്താ പറയാ, അടുപ്പൊന്ന് നല്ല വൃത്തിക്ക് തുടയ്ക്കണം, ആകെ വൃത്തികേടായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അവിടെ. ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇന്ന് ഗ്യാസൊന്നും വലിയ വൃത്തികേടായിട്ടില്ല. കാരണം ഇന്ന് രാവിലെ ഒരു ഉപ്മാവ് ഉണ്ടാക്കിയതും ഇനി സാമ്പാർ തിളപ്പിക്കുക അതല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ വലിയൊരു വൃത്തികേടൊന്നും ആയിട്ടില്ല. ഈ കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ. പാത്രം കൂടെ കഴുകി അടുക്കള ബാക്കിയുള്ളതൊക്കെ ഒന്ന് എവിടേക്ക് ഒന്ന് തുടച്ചെടുത്താൽ പണി കഴിഞ്ഞു. ഇനി ഒരു 12:30 1 മണിയാകുമ്പോൾ ഊണ് കഴിച്ചാൽ മതി. ഇനി തൊട്ടിട്ട് ഞാൻ എൻ്റെ ലൈവിന്റെ ടൈം മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ലൈവ് ഒരു എത്ര മണിയാക്ക, ഒരു 2:30 മണി 2 മണിക്ക് ശേഷമായിരിക്കും കേട്ടോ ഇനി ലൈവ് ആവുക. 12 മണീന്റെ ഞാൻ ഒഴിവാക്കി. ഇനിയിപ്പോ 2 മണിക്ക്. അപ്പൊ ഞാൻ ഈ പാത്രം ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിലൊക്കെ കുറേ പോരായ്മകൾ ഉണ്ടാവും കേട്ടോ.
അപ്പം എഡിറ്റ് ചെയ്യുന്ന വെച്ചാല് ഞാൻ അറിയുന്ന പോലെയൊക്കെ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്നതാ. അപ്പൊ കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഒക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എവിടെയാണ് പോരായ്മ വന്നത്? അപ്പൊ ഞാൻ മാക്സിമം ശ്രമിക്കും ആ പോരായ്മ മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും, എനിക്ക് അറിയുന്നത് പോലെ കേട്ടോ. പിന്നെ ഒന്നാമത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര പേടി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മോണിയൊക്കെ ആയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആയിപ്പോയി, അത് പോവോ, കോപ്പിറൈറ്റ് ആവോ, ഇങ്ങനെയൊക്കെ കുറെ പേടികളുണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയുന്നതാണെങ്കിൽ മാക്സിമം ഞാനത് നിങ്ങൾ പറയുന്ന പോലെ റെഡിയാക്കാൻ ശ്രമിക്കും കേട്ടോ. കണ്ട പാത്രം അത്രയേ ഉള്ളൂ. കുക്കറിന്റെ അടിയൊന്ന് കഴുകണം. അടുപ്പിൽ വെച്ച ഒത്തിരി കരിയൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷെ സ്വാദും ഉണ്ടാവും, നല്ല ഭക്ഷണമായിരിക്കും. നല്ല ഭക്ഷണമായിരിക്കും. പിന്നെ ഇതാ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കഴുകേണ്ടി വരുന്നൊക്കെയുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗ്യാസിനും ലാഭമല്ലേ. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ കേട്ടോ. ഇന്ന് ഓറഞ്ച് അലേർട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല വെയിലൊക്കെയാ. ഇതേ ഉള്ളൂ ഇന്ന് പാത്രം കഴുകാൻ. മോന് പരീക്ഷ തുടങ്ങാനായി, ഇനി അവനെ കുറച്ചൊക്കെ സഹായിക്കണം. അപ്പൊ അതാണ് ഈ ലൈവിന്റെ ടൈമും മാറ്റുന്നത്. അവന് ഉച്ചക്കാണ് ഇനിയിപ്പോ ഉണ്ടാവുക, പരീക്ഷ 1:30 തൊട്ടിട്ടാ ഉണ്ടാവുക. അപ്പൊ ഞാന് ലൈവുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാലേ ബുദ്ധിമുട്ടല്ലേ 12 മണിക്ക്. അപ്പൊ അവൻ സ്കൂളിൽ പോയ ശേഷം ലൈവിന് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇവിടെ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ അകത്തേക്ക് തന്നെ കൊണ്ടുവച്ചു. ഇതൊന്ന് തുടച്ചെടുക്കട്ടെ, അതാണ് ഒരു വൃത്തി ഉണ്ടാവും. നല്ല ചൂടാണ് കേട്ടോ. ഇവിടെയൊക്കെ തൊട്ടുപോയ എന്ന് പറഞ്ഞിട്ട് കൈ പൊള്ളിയാലേ വിവരം അറിയുള്ളൂ. പക്ഷെ അത് ആ ചൂടോടെ അവിടെ വൃത്തിയാക്കി ഇട്ടാലും ഒരു സുഖമാണ്. പിന്നത്തേക്ക് വെച്ചാലേ ഒരു മടിയാ നമുക്കിങ്ങനെ കാണുമ്പോ. അതുകൊണ്ടാണ് അപ്പൊ തന്നെ ചൂടായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അടുപ്പ് വൃത്തിയായിട്ടോ. ആ ഉറുമെല്ലാം എടുത്ത് ആത്തേക്ക് കൊണ്ടുവച്ചിട്ടോ. ചോറും കൂട്ടാനും ഉപ്പേരിയും പിന്നെ ഇന്നലത്തെ കൂട്ടാനും ഒക്കെ ഈ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചു. അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോ ഊണ് കഴിക്കാനൊന്നും ആയില്ല. ഊണ് കഴിക്കാൻ ഇനിയും ഉണ്ട് ഇഷ്ടം പോലെ സമയം, 12 മണി ആവുന്നേ ഉള്ളൂ. അപ്പൊ ഊണ് കഴിക്കുന്നത് ഞാൻ ഷോർട്ടായിട്ട് ഇടാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഹൈപ്പും ചെയ്യണേ. ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഷെയർ ചെയ്യുക, ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. കമന്റ് ചെയ്യുക, പിന്നെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അത്രയൊക്കെ തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയൊരു കാര്യം അല്ലെ. നിങ്ങളെ സപ്പോർട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ വലിയൊരു മോട്ടിവേഷൻ ചെയ്യാനുള്ള കഴിവോ ഒന്നുമില്ല. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ, താങ്ക് യു.